ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇത് സുക്കിനി അഥവാ കൂസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഗൾഫ് നാടുകളിൽ ധാരാളം ഇത് കിട്ടാറുണ്ട്. ഇത് വെച്ച് നല്ല അടിപൊളി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ സുക്കിനിയും അതുപോലെ തന്നെ പരിപ്പും ചേർത്തിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആദ്യം തന്നെ പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കുക്കറിലിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. പിന്നെ കൂസയാണ്, അത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി നാളികേരം ചിരവിയിലേക്ക് 2 പച്ചമുളകും, ചെറിയുള്ളി 3-4 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതും ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ വേവിക്കാൻ വെച്ചേക്കണ കൂസയും അതുപോലെ തന്നെ പരിപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ കൂസയിലേക്ക് ആ പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് നല്ല വെള്ളം ഒന്ന് മിക്സ് ചെയ്യണം. ഇനി അതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തിളച്ച് വന്നു കഴിഞ്ഞാൽ ആ അരപ്പുണ്ടല്ലോ അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് തിളച്ചൊന്ന് വരുമ്പോഴേക്കും ഉപ്പെല്ലാം നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ ചേർത്ത് ഒന്നും കൂടി അങ്ങോട്ട് തിളച്ച് വരുമ്പോഴേക്കും സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും നല്ലവണ്ണം മൂപ്പിച്ചുകൊണ്ട് ചേർത്താൽ മതി. അപ്പോൾ ഇത് ചെയ്യുമ്പോഴേക്കും കറിവേപ്പിലയൊക്കെ കഴുകുമ്പോൾ അതിൽ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇടുമ്പോൾ അത് പെട്ടെന്ന് തീ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ആ കറിയിലേക്ക് താളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി കറി ഇവിടെ റെഡി.